ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2003. ഇന്ന് ജൂൺ മാസം 25-ാം തീയതി 176-ാമത്തെ ദിവസത്തിലെത്തി. എരിവുകാരനായ ഷീമോനെ കുറിച്ചാണ്, ഷീമോൻ ശ്ലീഹായെ കുറിച്ചാണ് ഇന്നത്തെ ധ്യാന വിചാരം. പന്തിരുവരുടെ കൂട്ടത്തിൽ ഷീമോനെ പറ്റി പുതിയ നിയമത്തിൽ യാതൊന്നും പറയുന്നില്ല. എരിവുകാരനായ ഷീമോൻ എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊരു തീഷ്ണതയുള്ളവരും തീവ്രവാദ സ്വഭാവമുള്ളവരും ഏറെ ദേശാഭിമാനികളെന്ന് സ്വയം കരുതിയിരുന്നവരുമായ ഒരു കൂട്ടമുണ്ടായിരുന്നു. ഒരു സ്വരാജ്യ കക്ഷിയായിരുന്നു. പാലസ്തീൻ എന്ന റോമ സാമ്രാജ്യത്തിന് കീഴിലുള്ള ഒരു സാമന്ത രാജ്യമായിരുന്നു. സൽഭരണവും തന്മൂലമുള്ള സമാധാനവും ജനങ്ങൾ അനുഭവിച്ചിരുന്ന കാലത്ത് പോലും റോമ ഗവൺമെന്റിനെതിരെയുള്ള ശത്രുതയുടെയും എതിർപ്പിന്റെയും ആവേശം ഈ ഒരു കൂട്ടരാണ് ഇങ്ങനെ നിലനിർത്തിയതും നടത്തിക്കൊണ്ടുപോയതുമൊക്കെ. ഇങ്ങനെ ഈ തീവ്രവാദ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ യേശുവിന്റെ ശിഷ്യഗണത്തിൽ ചേരാനായിട്ട് ഇടയാതെ എങ്ങനെയാണ്? യേശുവിന്റെ തീക്ഷ്ണവും ഉജ്ജ്വലവുമായ പ്രസംഗങ്ങൾ ഇവരെ ആകർഷിച്ചിട്ടുണ്ടാവും. നസറേത്തുകാരനായ പ്രവാചകൻ മശിഹ രക്ഷകനായിരിക്കും എന്നവർ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊരു ശ്രുതി ഗലീല മുഴുവൻ പരന്നിരുന്നു. മശിഹ വന്നു കഴിഞ്ഞു, അവന്റെ ഭരണം ആരംഭിക്കാറായി. അവൻ ഇസ്രായേലിന്റെ സിംഹാസനം സ്ഥാപിക്കുകയും റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് തങ്ങൾ യൂതരെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നുള്ള ഒരു സാമാന്യ ജനങ്ങളുടെ പ്രതീക്ഷയെക്കുറിച്ച് ഇവർക്കും അറിയാം, ഷീമോൻ ഉൾപ്പെട്ട എരിവുകാരുടെ സംഘത്തിന്. അങ്ങനെയാവാം യേശുവിന്റെ അടുത്തെത്തുന്നത്. യേശു പറഞ്ഞായിരുന്നില്ല, ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് കരുതണ്ട, സമാധാനമല്ല വാളത്ര വരുത്തുവാൻ വന്നത്. സമാധാനമല്ല വാളത്ര എന്നുള്ളത് എരിവുകാർക്ക് ഏറ്റവും യോജിച്ച മുദ്രാവാക്യമാണ്. യേശു ഷീമോനെ പന്തിരുവരുടെ കൂട്ടത്തിലേക്ക് വിളിച്ചു ചേർത്തത് എത്ര അത്ഭുതകരമായ കാര്യമാണ്. എരിവുകാരുടെ പാർട്ടിയിൽ നിന്ന് തീവ്രവാദിയായി ഒരു സ്വാതന്ത്ര്യ സമരക്കാരനെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. യേശുവിന്റെയും ഷീമോന്റെ ലക്ഷ്യങ്ങൾ പക്ഷെ എത്ര വ്യത്യസ്തമായിരുന്നു. ഷീമോന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളായിരുന്നു, രാഷ്ട്രീയ വിജയമായിരുന്നു വേണ്ടത്. യേശുവിനായിട്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊന്നുമില്ലായിരുന്നു. റോമക്കാരെ പാലസ്തീനിൽ നിന്നും തുരത്തണമെന്നുള്ളതായിരുന്നു ഷീമോന്റെ ലക്ഷ്യം. ഷീമോൻ ബലപ്രയോഗത്തിലും അക്രമത്തിലും കൊലയിലും വിശ്വസിച്ച ആളാണ്. യേശുവിന്റെ മാർഗം ആത്യന്തം സ്നേഹമായിരുന്നു. അത് മാത്രമല്ല, ഷീമോനെ തന്റെ ശിഷ്യഗണത്തിൽ ചേർക്കുന്നതുകൊണ്ട് ഒരുപാട് അപകടമുണ്ടായിരുന്നു. കൊള്ളയിലും കൊലയിലും വിശ്വസിക്കുകയും അന്ന് അധികാരത്തിൽ നിന്ന് റോമക്കാരെ തുരുത്തി ഓടിക്കാൻ ആഗ്രഹിക്കുകയും ഇതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത തീവ്രവാദിയായ ഒരു എരിവുകാരനെ തന്റെ ശിഷ്യ സമൂഹത്തിൽ ഉൾപ്പെടുത്തിയതേറെ അപവാദത്തിനും കാരണമാക്കിയിട്ടുണ്ട്. തന്റെ ശിഷ്യഗണത്തിൽ വിവിധ സ്വഭാവവും കഴിവുകളും സാമൂഹ്യ നിലയിലുള്ള നിലപാടുകളുമുള്ള ആളുകളെ ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ ചേർക്കണമെന്നുള്ള യേശുവിന്റെ ഒരു വലിയ ഉപദേശമായിരിക്കണം. മീൻപിടുത്തക്കാര്, ചുങ്കക്കാര്, രാഷ്ട്രീയക്കാര്, ശാന്തമായ സാധാരണ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ എല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ. അവരുടെ എല്ലാവരുടെയും വിവിധങ്ങളായ താലന്തുകളും കഴിവുകളും പ്രത്യേകതകളും ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് ആവശ്യമുണ്ടെന്ന് കർത്താവ് കണ്ടിട്ടുണ്ടാവും, ചിന്തിച്ചിട്ടുണ്ടാവും. റോമ ഗവൺമെന്റിന് യൂതരിൽ നിന്ന് കരം പിടിക്കുന്ന രാജ്യദ്രോഹികളാണ് ചുങ്കക്കാര്. അടിമയായും തീരാൻ പറ്റും. തീവ്രവാദിയുടെ രൂപാന്തരത്തെക്കുറിച്ചൊന്നും മനസ്സിലാക്കണ്ടേ? അങ്ങനെ യേശുവിന്റെ ശിഷ്യനായി പ്രാരംഭഘട്ടത്തില് ഷീമോൻ ഉത്സാഹഭരിതനായിരിക്കണം. ദൈവരാജ്യത്തേക്കുള്ള പ്രതീക്ഷകൾ, യേശുവിന്റെ വ്യക്തിമഹാത്മ്യം, യേശുവിന്റെ ധീരമായ നേതൃത്വം. പക്ഷേ പതിയെ പതിയെ മനസ്സിലായി, ലോകമെന്ത അന്ധകാരത്തിലാണ്, യേശുവാണ് ലോകത്തിന്റെ യഥാർത്ഥ വെളിച്ചം. വെളിച്ചവും ഇരുളും തമ്മിൽ ഒരു പൊരുത്തവുമില്ലെന്ന് മാത്രമല്ല, അവ തമ്മിൽ നല്ല പോരാട്ടമുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. വെളിച്ചം ഇരുട്ടിനെ കീഴടക്കുന്നു. ഈ പോരാട്ടമാണ് വാൾ. യേശുവിന്റെ വാൾ തന്റെ സത്യവചനമാണെന്നും അത് ഭിന്നിപ്പിക്കുന്നതാണെന്നും ഒക്കെ പതിയെ മനസ്സിലാക്കുക. ഞാൻ ഭൂമിയിൽ സമാധാനം വരുത്തുവാൻ വന്നു എന്ന് നിങ്ങൾ നിരൂപിക്കരുത്, സമാധാനമല്ല വാളത്ര വരുത്തുവാൻ വന്നു എന്ന് പറഞ്ഞതൊക്കെ പതിയെ ഷീമോനും പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. മനുഷ്യനെ തന്റെ അപ്പനോടും മകളെ അമ്മയോടും മരുമകളെ അമ്മായിമ്മയോടും
ഈ ഭിന്നിപ്പിപ്പാനാണ് വന്നതെന്നൊക്കെ യേശു പറയുന്നത്, മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെയായി തീരുമെന്നൊക്കെ പറഞ്ഞത്, ശീമോന് പതിയെ അതിന്റെ വചനത്തിന്റെ പൊരുള് തിരിച്ച് കിട്ടുന്നുണ്ട്. പിന്നീട് കിട്ടിയിട്ടുണ്ടാവണം. അവന്റെ കുടുംബക്കാരും എരിവുകാരുടെ പാർട്ടിയിൽ ഉൾപ്പെട്ടവരായിരുന്നു. പാർട്ടി വിട്ടുപോയ ശീമോനെതിരെ കുടുംബക്കാരും തിരിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ശീമോന്റെ ജീവിതത്തിൽ ഉണ്ടായൊരു മാനസാന്തരം വലുതാണ്. യേശുവിനെ അനുഗമിക്കുവാൻ ശ്രമിക്കെ അവന്റെ ജീവിതത്തിൽ, അവന്റെ ആദർശങ്ങളിൽ, നിലപാടുകളിലൊക്കെ രൂപാന്തരം വരുന്നു. ക്രമേണ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള യേശുവിന്റെ ആദർശങ്ങൾ അവൻ ഉൾക്കൊള്ളുകയാണ്. അതിങ്ങനെ ദൈവരാജ്യത്തിന്റെ വളർച്ച സാവധാനത്തിലാണെന്നും അതിനുവേണ്ടി കാത്തിരിക്കേണ്ടതുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുകയാണ്. ഒരു വിപ്ലവത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ വാളുകൊണ്ടോ സ്ഥാപിക്കേണ്ടതല്ലെന്ന് ശീമോൻ പഠിക്കുകയും യേശു പഠിപ്പിക്കുകയുമാണ്. തീഷ്ണതയും സുവിശേഷ ഘോഷണ പരിപാടി ഒക്കെ ആ ഒരു തന്റെ തീഷ്ണതയും തീവ്രതയും ഒക്കെ മാറ്റി ഉപയോഗിച്ചിട്ടുണ്ടാവും ശീമോന്. സുവിശേഷത്തില്, പുതിയ നിയമത്തില് അധികം ഒന്നും പറയുന്നില്ല. ഈ അനുമാനങ്ങളൊക്കെ ആവട്ടെ ആ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെടുക്കുന്നതുമാണ്. വിശുദ്ധനായ ഈ ശ്ലീഹായുടെ മധ്യസ്ഥതയിൽ നമുക്ക് അഭയപ്പെടാം. പ്രാർത്ഥനയോടുകൂടി. ആമേൻ.